കിലോ ഇപ്പോൾ ഹോൾസെയിൽ വില. ആഹാ, പച്ചക്കറി കടയിലെ കണക്ക് നോക്കുകയാണോ? ഞാനിന്ന് പിന്നെ വരാം, ഇത് നടക്കട്ടെ. എന്താ കാര്യം പറ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു. കുഴപ്പമില്ല, കണക്ക് നോക്കൽ നടക്കട്ടെ, പിന്നെ സംസാരിക്കാം. സാരമില്ല, എന്താന്ന് പറ. നാളെ മ്യൂസിക് ഷോയുടെ ഫൈനലല്ലേ? നമുക്ക് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും അമൃതയെയും ഒന്ന് ക്ഷണിക്കണ്ടേ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ പാട്ട് കേൾക്കാൻ ഉണ്ടാവുന്നത് നമുക്കൊരു സന്തോഷമല്ലേ? അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നാളെയാണ് ഫൈനൽ റൗണ്ട്. വെറുതെ അമ്മയുടെ മുമ്പിൽ പോയി ഉള്ള മൂട് കൂടി കളയണോ? ആലോചിക്ക്. അല്ലെങ്കിൽ തന്നെ ശ്യാമ പാടു എന്ന് പോലും സമ്മതിക്കാത്ത ആളാ എന്റെ അമ്മ. അപ്പോഴാ പാട്ട് കേൾക്കാൻ ഫ്ലോറിലേക്ക് വരുന്ന. തനിക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനെയും അമൃതയെടുത്തെയും ആദിയേട്ടനെയും അരുണേട്ടനെയും എല്ലാം ഫോണിൽ വിളിച്ചു പറയാം. അത് മതി. അല്ലാതെ അവിടേക്ക് പോയി വെറുതെ കുത്തുവാക്ക് കേട്ട് ഉള്ള സന്തോഷം കൂടി കളയണ്ട. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. മോളെ, നിന്റെ പെർഫോമൻസ് എല്ലാം ഇതുവരെ ടിവിയിൽ കൂടെ കാണാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഇനി അത് പോരാ. ഫൈനൽ റൗണ്ട് പെർഫോമൻസ് നേരിട്ട് തന്നെ കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. അച്ഛാ, ഞാനതിനെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. വെറുതെ ഓരോരുത്തരെ വിളിച്ച് നീ സമയം കളയണ്ട. ആ സമയം കൂടെ ഫൈനലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും. അതാ നല്ലത്. ശരി അച്ഛാ. ഫൈനലിൽ മോള് തന്നെ വിജയിക്കും. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. അച്ഛന്റെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായാൽ മതി. അതെപ്പോഴും മോൾക്കുണ്ടാവും. മോള് വിജയിക്കുന്നത് എനിക്ക് നേരിട്ട് തന്നെ കാണണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം. താങ്ക് യു അച്ഛാ. അച്ഛൻ കൂടെയുള്ളപ്പോൾ എനിക്ക് ധൈര്യം കൂടും. ആദ്യേട്ടനും അമൃതേട്ടയും അരുണേട്ടനും ഒക്കെ വരുമെന്നറിയാം. അവരെ ഞാൻ വിളിക്കുന്നുണ്ട്. ശ്രീകുട്ടിയെ കൂടെ കൊണ്ടുവരണേ അച്ഛാ. പിന്നെന്താ അച്ഛാ, അമ്മയെ ഞാൻ വിളിച്ച അമ്മ വരുമോ? നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. ശരി അച്ഛാ. പിന്നെ ഐശ്വര്യ അവിടെ മ്യൂസിക് ഷോ നടക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതാ. ആ, ചെറിയ പ്രശ്നമുണ്ടായി. പക്ഷെ അതൊന്നും കാര്യമാക്കാനില്ല. ചെറിയ പ്രശ്നമൊന്നും അല്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും ഫൈനൽ റൗണ്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. ശ്യാമ ജയിക്കട്ടെ. പാട്ടിന്റെ പേരിൽ ശ്യാമയെ അംഗീകരിക്കാത്തവരോടും വേദനിപ്പിച്ചവരോടൊക്കെ എന്നിട്ട് വേണം എനിക്കൊന്ന് പകരം ചോദിക്കാൻ. അച്ഛാ, അച്ഛൻ അതിനൊന്നും പകരം ചോദിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛൻ്റെ അനുഗ്രഹം മാത്രം എനിക്ക് മതി. ശരി മോളെ, അപ്പൊ നമുക്ക് റിയാലിറ്റി ഷോ സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ? ശരി അച്ഛാ.